ഹായ് എവരി വൺ, വെൽക്കം ടു ഗോൾഡൻ വീൽസ്. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്വിഫ്റ്റും ബെലീനോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ബെലീനോയിൽ സീറ്റ വേരിയന്റും അതുപോലെ സ്വിഫ്റ്റിലേക്ക് വരുമ്പോൾ സെഡക്സൈ വേരിയന്റ്, അങ്ങനെ രണ്ട് വേരിയൻസ് ആണ്. അതിൽ മാനുവലും ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. അപ്പോൾ ഒരു കാറിൽ വരുന്ന ഡിഫറൻസും സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് ബെലീനോ എടുക്കണം എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിലെ ഡിസ്കഷൻ ഫുള്ള്. ഓൾമോസ്റ്റ് 15+ ഫീച്ചേഴ്സ് കൂടുതലാണ് ബെലീനോയ്ക്ക്. അതുപോലെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സെയിം, ഏകദേശം ഓൾമോസ്റ്റ് പ്രൈസ് ബ്രാക്കറ്റ് സെയിം ആണ്. 10 lakhs ആണ് വരുന്നത്. സോ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ബെലീനോ ആണ് കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ട് തോന്നിയത്. കാര്യം ലുക്ക് വൈസ് മാത്രം വെച്ച് സ്വിഫ്റ്റിലോട്ട് പോയിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ സ്വിഫ്റ്റ് എനിക്ക് അത്രത്തോളം ലുക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ ലുക്കൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്. സോ അത് വിട്ടേക്കുക. ബാക്കി ഫീച്ചേഴ്സും ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ട് തോന്നിയത് ഗ്ലാൻസയാണ്. സോ അതിന്റെ ഫീച്ചേഴ്സും ഡിഫറൻസും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോയിൽ അതായിരിക്കും നോക്കുന്നത്. സോ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് സ്വിഫ്റ്റിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു കാറിന്റെ ഫ്രണ്ട് ഡിസൈൻ ഒക്കെ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇതിൽ ആകെ നമുക്ക് വ്യത്യാസം വരുന്നത് പറഞ്ഞാൽ ഫോഗ് ലാമ്പ്, മീൻസ് ഞാൻ ഈ കമ്പയർ ചെയ്യുന്ന സീറ്റ വേരിയന്റ് ആയിട്ടുള്ള ബെലീനയും തമ്മിലാണ്. ഇപ്പോൾ സീറ്റിൽ വരുമ്പോൾ നമുക്ക് ഒരു ക്രോം ഗാർണിഷ് മാത്രം ഫോഗ് ലാമ്പിന്റെ ആ ഒരു ഭാഗത്ത് വരുന്നത്, രണ്ടിലും ഫോഗ് ലാമ്പ് വരുന്നില്ല. അതാണ് ആ ഒരു ഫ്രണ്ടിലുള്ള ഡിഫറൻസ്. ഇനിയിപ്പം ബെലീനയിലേക്ക് നോക്കിയാൽ ബെലീനയിൽ നമ്മൾ കാണുന്ന പോലെ ആ ഒരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ആക്ച്വലി ഇത് ആൽഫ വേരിയന്റ് ആണ്. സീറ്റയ്ക്ക് തൊട്ട് മേളിലുള്ള ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. അതിൽ ഫോഗ് ലാമ്പ്സ് വരുന്നുണ്ട്. അതിന്റെ മേളിൽ കാണുന്ന ഒരു ക്രോം ഗാർണിഷ്, ആ ഒരു ക്രോം ഗാർണിഷ് മാത്രമായിരിക്കും സീറ്റ വേരിയന്റിൽ വരുന്നത്. നമ്മുടെ മേജർ ഡിഫറൻസ് വരുന്നത് ഇവിടെയാണ്. ഈ ഹുഡിനകത്ത് എഞ്ചിനാണ്. എഞ്ചിൻ വരുമ്പോൾ 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് K സീരീസ് പ്രൂവൺ പെട്രോൾ എഞ്ചിനാണ്. കാര്യം ഇപ്പം വരുന്ന സ്വിഫ്റ്റ് Z സീരീസ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം. Z സീരീസ് പ്രൂവൺ അല്ല, 3 സിലിണ്ടർ എഞ്ചിനാണ്. വൈബ്രേഷൻ കുറച്ച് കൂടുതലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ 1.2 ലിറ്റർ തന്നെയാണ്. പക്ഷേ മൈലേജ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്വിഫ്റ്റിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് അർബൺ അല്ലെങ്കിൽ സെമി അർബൺ യൂസേജിന് സ്വിഫ്റ്റ് നന്നായിരിക്കും. അടുത്തൊരു ഡിഫറൻസ് വരുന്നത് കാറിന്റെ പവറിൽ തന്നെയാണ്. 90 PS at 6000 RPM ആണ് ഈ ഒരു ഗ്ലാൻസയുടെ പവർ വരുന്നത്. 113 Nm ഓഫ് ടോർക്ക് അറ്റ് 4400 RPM ആണ്. അതിൽ മൈലേജ് 22.35 ആണ്. ഈ പറയുന്നത് ഞാൻ മാനുവലിന്റെ മൈലേജ് മാത്രമേ പറയുന്നുള്ളൂ. അതേസമയം സ്വിഫ്റ്റിന്റെ പവർ കമ്പയർ ചെയ്യുമ്പോൾ 82 PS at 5700 RPM, അതുപോലെ 112 Nm ഓഫ് ടോർക്ക് അറ്റ് 4300 RPM. RPM ഏകദേശം സെയിം തന്നെയാണ്. കുറച്ചുകൂടെ പെർഫോമൻസ് ആയിട്ട് നിൽക്കുന്നത് എൻ്റെ ഒരു വിശ്വാസം സ്വിഫ്റ്റ് തന്നെ ആയിരിക്കും. മൈലേജ് 24.8 ആണ് പറയുന്നത്. ഏകദേശം 25 അടുത്തുള്ള മൈലേജും കിട്ടുന്നത്. സ്വിഫ്റ്റ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് സെമി അർബൺ അല്ലെങ്കിൽ അർബൺ യൂസേജിന് വേണ്ടി കുറച്ചുകൂടെ മൈലേജ് കണക്കാക്കിയാണ് ഈ ഒരു കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി കാറിന്റെ മൂന്നാമത്തെ ഡിഫറൻസ് വരുന്നത് അതിന്റെ ലെങ്ത് തന്നെയാണ്. 3990 mm ആണ് അതിന്റെ ഒരു ലെങ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാറിന്റെ വീൽ ബേസും കൂടുതലായിരിക്കും. ഇന്റീരിയറിൽ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് വരും. കാര്യം സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് 130 mm ലെങ്ത് കൂടുതലാണ്. അത് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ വീൽ ബേസ് അകത്ത് ഇന്റീരിയറിൽ എന്നുള്ള രീതിയിൽ വീൽ ബേസിലേക്ക് വരുമ്പോൾ ഒരു 70 mm ഡിഫറൻസ് വരുന്നുണ്ട്. ചെറിയൊരു ഡിഫറൻസ് ആണെങ്കിലും നമുക്ക് ആ ഒരു നീ റൂമിന്റെ ആ ഒരു വ്യത്യാസം നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. എക്സ്റ്റീരിയറിൽ നെക്സ്റ്റ് വരുന്ന ഡിഫറൻസ് ക്രോം ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. അതുപോലെ ഷോൾഡർ ലൈനിൽ ഒരു ക്രോം ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ഡോറിന് താഴെ വരുന്ന ആ ഒരു ക്രോം അതൊരു ആക്സസറി ആയിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ സ്വിഫ്റ്റ് എടുത്താൽ ആ ഒരു ക്രോം ഇല്ലാത്ത കാരണം ആ ലുക്ക് കുറയ്ക്കുന്നുണ്ട്. ബോഡി കളേർഡ് ഒരു ഡോർ ഹാൻഡിൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഒരു ക്യാരക്ടർ ലൈൻ ഷോൾഡറിലൂടെ പോകുന്നുണ്ട്. അത് മാത്രമാണ് അതിലൊരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അത് തന്നെയാണ് അതിന്റെ ഒരു ഡിഫറൻസ്. ആറാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് കാറിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 170 mm ആണ് നമുക്ക് വരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്. അതേസമയം സ്വിഫ്റ്റിൽ വരുമ്പോൾ 163 mm ആണ്. സോ അവിടെ 5 പേരെ അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. അടി തട്ടാനുള്ള ചാൻസ് സ്വിഫ്റ്റിൽ വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് അലോയ്സ്. അലോയ്സ് വരുമ്പോൾ 16 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത്. പെയിന്റഡ് ആയിരിക്കും. ഇത് പ്രിസിഷൻ കട്ടാണ്. ഇത് ഫുൾ ഓപ്ഷനിൽ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. 195, 55, R16 ആണ് ആ ഒരു ടയറിന്റെ പ്രൊഫൈൽ വരുന്നത്. അതേസമയം ഇനി സ്വിഫ്റ്റിലേക്ക് വരുമ്പോൾ 185, 65, R15 ആണ് അതിന്റെ ഒരു ടയർ പ്രൊഫൈൽ വരുന്നത്. 15 ഇഞ്ച് പെയിന്റഡ് അലോയ്സ് തന്നെയായിരിക്കും ഈ ഒരു കാറിന് വരുന്നത്. ഇനി സ്വിഫ്റ്റിന്റെ റെയർ പോർഷനിലേക്ക് വന്നാൽ ഇത് വരുന്നത് നമുക്ക് പോൾ ടൈപ്പ് ആന്റിന വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഡിഫോഗർ ലൈൻസ്, വാഷർ, വൈപ്പർ എല്ലാം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ സ്പോയിലർ വരുന്നില്ല. അതുപോലെ റിവേഴ്സ് ക്യാമറയും വരുന്നില്ല. റെയർ പോർഷൻ കാണാം. ഇതിൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ ഒരു ഇന്റഗ്രേറ്റഡ് സ്പോയിലർ വന്നിട്ടുണ്ട്. അതുപോലെ റിവേഴ്സ് ക്യാമറ ഫുൾ ഓപ്ഷൻ അല്ലെങ്കിലും അതിന് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഒന്നുകൂടെ പറയുന്നു, ഇത് സീറ്റ വേരിയന്റ് അല്ല, ആൽഫ വേരിയന്റ് ആണ്. പക്ഷെ സീറ്റ വേരിയന്റിൽ വരുമ്പോൾ റിവേഴ്സ് ക്യാമറയും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് വരുന്നത്. ഇന്റഗ്രേറ്റഡ് സ്പോയിലർ വരുന്നുണ്ട്. ഇതാണ് ആ ഒരു റെയറിൽ വരുന്ന ഡിഫറൻസ്.
അതിലും ടെയിൽ ലാമ്പ് LED ടെയിൽ ലാമ്പ് തന്നെയാണ്. ഇതിലും ഒരു C ഷേപ്ഡ് LED ടെയിൽ ലാമ്പാണ് വരുന്നത്. ബൂട്ടിലേക്ക് പോയാൽ 318 liters ഓഫ് ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. 60-40 സ്പ്ലിറ്റ് ഫോൾഡബിൾ സീറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് ബൂട്ട് സ്പേസ് കൂടുതലാണ്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ബൂട്ട് സ്പേസ് കാണിക്കുന്നത് തന്നെ. സ്പെയർ വീൽ വരുമ്പോൾ 15 ഇഞ്ചാണ് സ്പെയർ വീൽ വരുന്നത്. അതേസമയം സ്വിഫ്റ്റിൽ വരുമ്പോൾ അത് 14 ഇഞ്ച് ആയിരിക്കും വരുന്നത്. അതേസമയം സ്വിഫ്റ്റിന്റെ ബൂട്ടിലേക്ക് വരുമ്പോൾ 265 liters ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. 60-40 സ്പ്ലിറ്റ് ഫോൾഡബിൾ റെയർ സീറ്റ്സ് തന്നെയാണ് വരുന്നത്. ബൂട്ടിൽ രണ്ടിലും ബൂട്ട് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിഫറൻസ് ആകെ വരുന്നത് ബൂട്ട് സ്പേസിനകത്തുള്ള ഡിഫറൻസ് തന്നെയാണ്. അതുപോലെ സ്പെയർ വീൽസ് ഇതിലോട്ട് വരുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ 14 ഇഞ്ച് ആയിരിക്കും ഇതിന്റെ ഒരു സ്പെയർ വീലിന്റെ സൈസ് വരുന്നത്. ഇനി ആ ഒരു കംഫോർട്ടിന്റെ ഒരു കാര്യം എടുത്താൽ ടിൽറ്റ് സ്റ്റിയറിംഗ് മാത്രമേ സ്വിഫ്റ്റിൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ടിൽറ്റ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമാണ് ഇതിൽ വരുന്ന ഓപ്ഷൻ. അതേസമയം ഗ്ലാൻസിലേക്ക് വരുമ്പോൾ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് ആയിരിക്കും വരുന്നത്. ഇനി അടുത്തൊരു ഡിഫറൻസ് വരുന്നത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലാണ്. രണ്ട് കാർസിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുമ്പോൾ ഡിജിറ്റൽ ആൻഡ് അനലോഗ് ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. പക്ഷേ സ്വിഫ്റ്റിൽ വരുമ്പോൾ സെഗ്മെന്റഡ് ഡിസ്പ്ലേയും ഇതിൽ ഒരു TFT കളർ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. അതുപോലെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ സെയിം ആണ്. രണ്ട് കാർസിലും സെയിം ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, 4 സ്പീക്കറും 2 ട്യൂട്ടറും അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. റെയർ സീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം സ്വിഫ്റ്റില് 2 എണ്ണമേ ഉള്ളൂ. അഡ്ജസ്റ്റബിൾ സെൻട്രൽ കൺസോൾ ആംറസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ AC വെന്റ്സ് 2 കാർസിലും വരുന്നുണ്ട്. ഇതിലൊരു ഡിഫറൻസ് വരുന്ന ആംറസ്റ്റ് ആണ്. ഇനിയിപ്പോൾ സ്വിഫ്റ്റിന്റെ റെയർ പോർഷൻ കാണാം. കാര്യം ഇവിടെ ഒരു ആംറസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അവിടെ അതിന് പകരം ചാർജിങ് പോർട്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ഹെഡ് റെസ്റ്റ് 2 എണ്ണമേ ഉള്ളൂ. ഇതാണ് ഈ ഒരു കാറിന്റെ ഡിഫറൻസ് വരുന്നത്. ബെലിനോയും സ്വിഫ്റ്റുമായിട്ടുള്ള ഏകദേശമുള്ള ഡിഫറൻസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോയിൽ നിങ്ങൾ ആ ഒരു സ്കിപ്പ് ചെയ്യാതെ പോയാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കാര്യം ഒരുപാട് അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നിടത്ത് തന്നെ ചെറിയ രീതിയിലാണ് ആ കണ്ടന്റ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ അതൊന്ന് നോക്കുക. അതുപോലെ ഇതിലൊരു പ്രൈസ് ഡിഫറൻസ് വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് കാര്യം ഒരു 20,000 ഡിഫറൻസ്. മാനുവൽ ട്രാൻസ്മിഷൻ വരുമ്പോൾ ഓഫേഴ്സ് ഇല്ലാതെ 9.8 lakh ആണ് സ്വിഫ്റ്റ് വരുന്നത്. അതുപോലെ ഗ്ലാൻസ് വരുമ്പോൾ 10 lakhs വരുന്നുണ്ട്. ഓഫേഴ്സ് ഇല്ലാതെയാണ് ഞാൻ ഈ പറയുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ്റെ പ്രൈസുമാണ് പറഞ്ഞിരിക്കുന്നത്, ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ ആ ഒരു ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ 20,000 ഡിഫറൻസിൽ നമുക്ക് ഇത്രത്തോളം ഫീച്ചേഴ്സ് വ്യത്യാസം വരുന്നുണ്ട്. അതുമല്ല ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഓണത്തിന് ഒരു 60,000 ഓഫേഴ്സ് വരുന്നുണ്ട്. 60,000 ഓഫർ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട്, അതുപോലെ എക്സ്ചേഞ്ച് ബോണസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് പ്രൈസ് കുറവാണ്. സോ അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ മേജറായിട്ടുള്ള ഡിഫറൻസ് വരുന്ന എല്ലാ കാറും ഓരോ ദിവസം കഴിയുന്നവർ സിലിണ്ടർ കുറയ്ക്കുന്നുണ്ട്. എഞ്ചിൻ കപ്പാസിറ്റി കുറച്ച് വരെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിന് അപേക്ഷിച്ച് 20,000 കൂടുതൽ കൊടുത്താലും വർത്താണ് ഓഫേഴ്സ് ഇല്ലാത്ത സമയത്ത് പോലും ബെലീനോ സീറ്റ വേരിയൻ്റ് എടുക്കുന്നത്. മീൻസ് ഞാൻ പറഞ്ഞല്ലോ, ZXയും സീറ്റയും തമ്മിലുള്ള കമ്പാരിസണാണ് ഈ പറയുന്നത്. സോ ഗോ ഫോർ ബെലീനോ. അതുപോലെ ഇതല്ലാതെ നിങ്ങൾക്ക് മാരുതി അല്ലാതെ നിങ്ങൾക്ക് ഗ്ലാൻസയും ചൂസ് ചെയ്യാം ഈ ഒരു വേരിയൻറ്റ്. സോ ഞാൻ ഇങ്ങനെ ഒരു സ്പെസിഫൈഡ് ആയിട്ട് ഒരു കാർ മാത്രം എടുത്താൽ മതി എന്ന് പറയുന്നതല്ല. ഇപ്പോൾ വാറണ്ടി മാരുതി 6 yearsലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെയും ഒരു ബെനിഫിറ്റ് ആണ്. ഓണത്തിന് സ്റ്റോക്സ് തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എടുക്കാനുള്ളൊരു അവസരം ഉണ്ട് ഈ ഒരു ഓഫർ സമയത്ത് തന്നെ. സോ അതൊക്കെ ആലോചിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ